ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ഒന്ന്. രണ്ടാമത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. മൂന്നാമത് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നോ ടൈംലെസ് ആണ്, അതുകൊണ്ട് എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. നമ്മുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്കത്രയേ ഉള്ളൂ പറയാൻ. നമ്മളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ കറൻറ്റ് എനർജി ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗൈഡൻസ് മെസ്സേജും പിന്നെ എന്തെങ്കിലും നമ്മൾ ഫ്യൂച്ചർ എന്താണ് ഇതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കാർഡ് ദ ടവർ വന്നിരിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണെന്ന് കാണിക്കുന്നു. വളരെയധികം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് അന്യോന്യം പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വളരെയധികം മാനസിക വ്യഥയിലാണ്. നിങ്ങളൊരു കുഴിയിലകപ്പെട്ട മാതിരി ഒരു പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കേസ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. അതായത് ചലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ലവ്. ഇതൊരു ചലഞ്ചായിട്ട് മാറിയിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു, എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കതിൽ നിന്ന് പിരിഞ്ഞു പോകാനോ അതിൽ നിന്ന് ഒഴിവായി പോകാനോ പെട്ടെന്ന് കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. പിന്നെ 24/7 ഇത് തന്നെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ നിരാശയിലിരിക്കുന്നു. നിങ്ങൾ വളരെ നിരാശയിലാണ് ഇരിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. 4 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. മെൻ്റൽ ഓവർലോഡ് ആൻഡ് റിക്കവറേഷൻ. നിങ്ങൾക്ക് വളരെയധികം മാനസിക സംഘർഷത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നാണ്. അതായത് എനിക്ക് ഈ ഒരു വ്യക്തിയെ മറന്ന് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ കണ്ടു, വളരെ ഹോപ്പ്ലെസ് ആണ് നിങ്ങൾക്ക് ഈ പിന്നെ ബന്ധം മറന്ന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എൻ്റെ വ്യക്തി തിരിച്ചു വരണം എത്രയും വേഗം എന്നിലേക്ക് എന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കാം. നമുക്ക് ദ എംപറർ എന്ന കാർഡ് ആണ് വന്നിരിക്കുന്നത്. കാണുന്നുണ്ടോ? യെസ്, കണ്ടു. അപ്പോൾ എംപറർ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ ഒരു രാജാവിൻ്റെ പ്രൗഢിയോടുകൂടിയാണ് ഇരിക്കുന്നത്. അതോറിറ്റിയൊക്കെ കീപ്പ് ചെയ്ത് വളരെയധികം സമ്പന്നനായ ഒരു വ്യക്തി ആണ്. അപ്പോൾ തന്നെ കുറച്ച് ഈഗോയും കുറച്ച് പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അങ്ങനെയല്ല. സ്നേഹം ഭയങ്കര കൂടുതലാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെയും സാമ്പത്തിക അവസ്ഥ കാണിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തോ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്, ഹാർഡ് വർക്കറാണ് എന്ന് കാണിക്കുന്നു. 6 ഓഫ് വാൻസ് എല്ലാ കാര്യത്തിലും വിക്ടോറിയസ് ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിലും അതുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ചെറിയ എന്തോ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തോ ഒരു ഈഗോ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു എംപ്രസ് ആണ് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ രാജാവും രാജ്ഞിയുമാണ് നിങ്ങൾ. അപ്പോൾ രാജാവെന്ന ചക്രവർത്തിനി യെസ് എന്തോ ആട്ടെ. അപ്പോൾ ആ ഒരു പിന്നെ ആളുകളാണ് നിങ്ങൾ വളരെ ദയാലുവാണ്. അതുപോലെ തന്നെ വളരെ നാച്ചുറിങ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളും അതുപോലെ തന്നെയാണ്. സാമ്പത്തിക അവസ്ഥയൊക്കെ നിങ്ങളും വളരെയധികം ഉള്ള ആളാണ്. ഇവിടെ കോമ്പറ്റബിൾ ആൻഡ് സെൻസുവൽ ലവ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ വിട്ട് കളയാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. കഴിയില്ല നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ഓക്കെ, ഫൂൾ വന്നിട്ടുണ്ട്. ദ ഫൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി വീണ്ടും തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്നു എന്നാണ്.
നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾക്കെല്ലാം മാറ്റം വരും എന്നാണ്. മാറ്റം വരും എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ മാറ്റം വന്നു എന്നൊന്നുമല്ല പറയുന്നത്. മാറ്റം വരും, ചിലർക്ക് മാറ്റം വന്നു കാണും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ കാലചക്രം ഒന്ന് തിരിഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ ഇതെല്ലാം നേരെയാകും, കറക്റ്റാകും എന്നാണ് പറയുന്നത്. ഇവിടെ സിംഗിൾ, മാരീഡ് എല്ലാ ബന്ധത്തിനും പ്രസക്തിയുണ്ട്, അതുകൂടി പറയുന്നു. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, കോൺസിസ്റ്റൻറ്റ് ആൻഡ് കൈൻഡ് ലവ്. ആ പഴയ ആ സ്നേഹവും കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരും. പിന്നെ വളരെ അധികം ദയയും, കാരണം നിങ്ങളൊരു എംപ്രസിൻ്റെ മൂഡിലാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ദയയും സ്നേഹവും കാര്യങ്ങളുമൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വേറെ എവിടെയും പോവില്ല, തിരിച്ചു വരും എന്ന് കാണിക്കുന്നു. കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. കരിസ്മാറ്റിക് ആൻഡ് കോൺഫിഡൻറ്റ് ലവ്. നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആണ്. ഇത് ഗൈഡൻസ് മെസ്സേജ് ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിനകത്ത് പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും നിങ്ങൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആ സ്നേഹം അത് നഷ്ടപ്പെടില്ല എന്നാണ്. അത് നഷ്ടപ്പെടില്ല കേട്ടോ. ഇങ്ങനെ വേദനിച്ചും വിഷമിച്ചും ഒന്നും നമ്മളിങ്ങനെ ഇരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിട്ടിരിക്കുന്നു നിങ്ങൾ. ടവറിലിരിക്കുന്ന മാതിരി, ടവർ കാടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കുഴിയിൽ നമ്മളിരിക്കുന്ന മാതിരിയാണ്. അങ്ങനെ തന്നെയാണ് അത് കണ്ടത്. പിന്നെ ഇത് വളരെ നിരാശയാണ്. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നു. കറച്ച് നിങ്ങൾക്ക് ഇത് വിട്ടുകളയാൻ കഴിയില്ല. അതുപോലെ ഈ വ്യക്തിക്കും നിങ്ങളെ വിട്ടുകളയാൻ കഴിയില്ല. എന്തായാലും തന്നെ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെഡി ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.